റൊസാരിയം വിത്താലെ 2025 ഒക്ടോബർ 2. പരിശുദ്ധ ജപമാലയിൽ ഉപയോഗിക്കുന്ന വിവിധ പ്രാർത്ഥനകളെക്കുറിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ നാം ധ്യാനിക്കുകയാണ്. ജപമാലയുടെ തുടക്കത്തിൽ വിശ്വാസ പ്രമാണത്തിനും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കും ശേഷം ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്കും മുമ്പ് ആദ്യം വിശ്വാസം എന്ന പുണ്യത്തിനും പിന്നീട് ശരണം എന്ന പുണ്യത്തിനും പിന്നീട് ഉഭവി എന്ന പുണ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജപമാല പ്രാർത്ഥന തുടരുന്നത്. മരിയൻ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും പ്രശസ്തനും ആത്മീയ പിതാവുമായ വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് തൻ്റെ പ്രസിദ്ധ മരിയൻ ഗ്രന്ഥമായ ദ സീക്രട്ട് ഓഫ് ദ റോസറി എന്നതിൽ പറയുന്നത്, ദൈവിക പുണ്യങ്ങളുടെ നിറവിലേക്ക് നമ്മെ ഉയർത്തുകയാണ് ജപമാലയുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്നാണ്. ചരിത്രത്തിൽ നാം കാണുന്നത് ഈ ലക്ഷ്യം നേടാൻ ജപമാലയുടെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ജപമാലയുടെ പാപ്പ എന്ന് വിശേഷിപ്പിക്കുന്ന ലിയോ 13 പാപ്പ തൻ്റെ ഒക്ടോബറി മെൻസെ എന്ന ജപമാലയെക്കുറിച്ചുള്ള ചാക്രിക ലേഖനത്തിൽ പറയുന്നത്, ദൈവിക പുണ്യങ്ങളുടെ നിറവിലേക്ക് നമ്മെ നയിക്കുന്ന ജപമാല നമ്മുടെ ആത്മാവിനെ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും കോട്ട കെട്ടി സംരക്ഷിക്കുന്നു എന്നാണ്. ദൈവിക പുണ്യത്താൽ നിറയാനും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ദൈവിക പുണ്യങ്ങളുടെ അർത്ഥവും ആത്മീയതയും മനസ്സിലാക്കാനും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് വിചിന്തനം നടത്തി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക പുണ്യങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ.